നമസ്കാരം. കൊല്ലം നഗരം അക്ഷരാർത്ഥത്തിൽ ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചകളാണ് ഞങ്ങൾ കാണിക്കുന്നത്. കൊല്ലത്ത് തേവള്ളി പാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പാലത്തിൽ നിന്നും അഷ്ടമുടിക്കായലിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മത്സ്യസമ്പത്തും അതോടൊപ്പം തന്നെ കായൽ വിഭവങ്ങളുമുള്ള അഷ്ടമുടി കായലാണ് ഞാനുള്ളത്. പക്ഷേ ഈ കായലിന്റെ ഓരങ്ങൾ കാണുമ്പോൾ നമുക്കൊരിക്കലും ഇവിടുത്തെ മത്സ്യങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ വല വീശി പിടിക്കാനോ ഒന്നും തന്നെ തോന്നുകയില്ല. കാരണം അത്രത്തോളം മാലിന്യം കൊണ്ട് കുന്നുകൂടിയിരിക്കുകയാണ്. മാത്രമല്ല തെരുവ് നായ്ക്കളുടെയും ശല്യം കൂടിയിരിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഏറെയും കായലിന്റെ വശങ്ങളിലേക്ക് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. അധികൃതർ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണോ, അല്ലെങ്കിൽ ഈ നഗരം ഇത്രയധികം ചീഞ്ഞു നാറിയിട്ടും യാതൊരു നടപടിയും എടുക്കാത്തതിന്റെ കാരണം എന്താണെന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അഷ്ടമുടി കായൽ മാത്രമല്ല, കൊല്ലം ബീച്ചിന് സമീപവും സമാനമായ രീതിയിൽ വേസ്റ്റുകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശം ശരിക്കും ചണ്ടി ഡിപ്പോയ്ക്ക് സമാനമായ രീതിയിൽ തന്നെയാണ്. കൊല്ലം പോർട്ടിന് സമീപത്താണ് ഞാനിപ്പോൾ ഉള്ളത്. മാസങ്ങളായി ഇത്തരത്തിൽ ചാക്ക് കണക്കിന് വേസ്റ്റാണ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ നിരവധി വേസ്റ്റുകളാണ് ഇവിടെ. തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ ഒരു തരത്തിലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മഴക്കാലം വലിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. മൺസൂൺ ശക്തമായിട്ട് പോലും ഏതെങ്കിലും തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ പോർട്ടിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഏതായാലും വലിയ രീതിയിലുള്ള വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമായി തന്നെ ഇവിടെ മാറിയിരിക്കുന്നു. ഈ പ്രദേശത്തെങ്ങും ആർക്കും നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. നമുക്കറിയാം, കടകളിൽ നിന്നുള്ള വേസ്റ്റ്, അറവ് മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, അങ്ങനെ നിരവധി തരത്തിൽ ഉള്ള ഈ നഗരത്തിന്റെ മിക്ക വേസ്റ്റുകളും കൊണ്ടുവന്ന് തള്ളുന്ന ഒരിടമായി തന്നെയാണ് ഇവിടെ മാറിയിരിക്കുന്നത്.